Hi learners, welcome to I Plus Training Solutions. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നെറ്റ് കൊമേഴ്സിന്റെ ജൂൺ 2025 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പം നമുക്ക് അതിന്റെ ബാലൻസ് ചോദ്യങ്ങളിലേക്ക് പോകാം. ഇവിടെ നമുക്ക് ഇൻകം ടാക്സിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഇൻകം ടാക്സിൽ TDS ആണ്. TDSന്റെ സെക്ഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. സെക്ഷൻസ് സാധാരണ TDSന്റെ റേറ്റുകളൊക്കെ ഇങ്ങനെ മാച്ച് ദി ഫോളോയിങ് ആയിട്ട് ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ റേറ്റുകൾ ചോദിക്കാറുണ്ട്. അതേപോലെ സെക്ഷനുകളും കോമൺ ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഇത് ആദ്യമായിട്ട് ചോദിക്കുകയല്ല. TDSന്റെ റേറ്റുകളും സെക്ഷനുകളും എല്ലാ പ്രാവശ്യവും ഒന്നുകിൽ റേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അതിന്റെ സെക്ഷൻസ് ആയിരിക്കും. നിങ്ങൾക്കൊരു മാച്ച് ചെയ്യാനായിട്ടുള്ള ചോദ്യം വരും. അതെല്ലാ പ്രാവശ്യവും വരുന്നതാണ്, ഉറപ്പായിട്ടും വരും. ഇത് നിങ്ങളൊന്ന് TDSനെ പറ്റി പ്രത്യേകം പഠിച്ചു വെക്കുക. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ. വീഡിയോ കാണുന്നവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. അടുത്ത നമ്മുടെ ഡിസംബർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ വിട്ടു പോകരുതാത്ത കുറേ ഏരിയാസ് ഉണ്ട്. അത് ഉറപ്പായിട്ടും പഠിച്ചാൽ ഈ കോമൺ ആയിട്ട് വരുന്ന ചോദ്യങ്ങളെ നമുക്ക് ക്രാക്ക് ചെയ്യാം. ഓക്കെ, കോമൺ ആയിട്ട് വരുന്ന, അതായത് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതുണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്, ആ ഭാഗങ്ങളിൽ നമുക്കൊരു മാസ്റ്ററി കിട്ടും. സോ ഇവിടെ TDSകളുടെ ഒന്നെങ്കിൽ റേറ്റുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെക്ഷനുകൾ അത് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. നോക്കിക്കേ, ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഓൺ ഫീ ഫോർ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ സർവീസ്, ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഫ്രം ഇൻകം ബൈ വേ ഓഫ് റെന്റ്, പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ സർവീസുകളുടെ ഫീക്കിൽ TDS പിടിക്കുന്നതിനെ പറ്റി ഏത് സെക്ഷനാണ്? അടുത്തത് ഇൻകം ബൈ വേ ഓഫ് റെന്റ്. ദെൻ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഫ്രം വിന്നിങ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിൽസ്. ഇതിനൊക്കെ TDS ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ ഇത് ആ ഒരു ഇൻകം അസസിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നതിന് മുന്നേ തന്നെ ടാക്സ് പിടിച്ചിട്ട് ബാക്കിയുള്ളതേ കൊടുക്കുകയുള്ളൂ. അതാണ് TDS. സോഴ്സിൽ തന്നെ ടാക്സ് പിടിക്കും അല്ലേ? ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി. ഇത് ഓരോന്നിനെയും അതിന്റെ കൺസേൺഡ് സെക്ഷനുമായിട്ട് മാച്ച് ചെയ്യണം. അപ്പൊ നമുക്ക് ഏതാ വരുന്നത്? ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നമുക്ക് നോക്കാം. ഫീ ഫോർ പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ സർവീസസ് സെക്ഷൻ 194Jയിലാണ് പറയുന്നത് കേട്ടോ TDSനെ പറ്റിയിട്ട്. ദെൻ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഫ്രം ഇൻകം ബൈ വേ ഓഫ് റെന്റ് സെക്ഷൻ 194 സബ്സെക്ഷൻ 1 ആണ് ഇൻകം ബൈ വേ ഓഫ് റെന്റ്. ഇൻകം ബൈ വേ ഓഫ് റെന്റ് 194 സബ്സെക്ഷൻ 1. ദെൻ ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് ഫ്രം വിന്നിംഗ് ഫ്രം ലോട്ടറീസ് ഓർ ക്രോസ് വേർഡ് പസിൽസ്. വിന്നിംഗ് ഫ്രം ലോട്ടറി, ക്രോസ് വേർഡ് പസിലുകൾക്കൊക്കെ TDS പിടിക്കുന്നത് സെക്ഷൻ 194B പ്രകാരമാണ്. അതേപോലെ TDS ഫ്രം ഇൻട്രസ്റ്റ് ഓൺ സെക്യൂരിറ്റി സെക്ഷൻ 193യിലാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും നമ്മുടെ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുള്ളൊരു ചോദ്യമാണ്. നോക്കിക്കേ, പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളും ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സും. ഓരോ പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ ഈ പറയുന്ന 5 സ്റ്റേജുകളിൽ കൂടെ കടന്നു പോകുന്നുണ്ട് എന്ന് നമ്മൾ പഠിക്കുന്നത് അല്ലേ? ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, സാച്ചുറേഷൻ, ഡിക്ലൈൻ. ഇങ്ങനെ 5 സ്റ്റേജിൽ കൂടിയാണ് ഒരു പ്രൊഡക്റ്റ് അതിന്റെ ലൈഫ് ടൈമിൽ കടന്നു പോകുന്നത്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളും ടൈപ്സ് ഓഫ് കൺസ്യൂമേഴ്സ്, അതായത് ഓരോ, ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഓടിപ്പോയി വാങ്ങാറുണ്ടോ? അങ്ങനെ വാങ്ങുന്നവരുണ്ട് അല്ലെ? പുതിയൊരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ ട്രൈ ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് വാങ്ങുന്ന ആൾക്കാരുണ്ട്. പിന്നെ ചില ആൾക്കാരുണ്ട് ഇറങ്ങി ഉടനെ ഒന്നും വാങ്ങത്തില്ല, ഒന്ന് വെയിറ്റ് ചെയ്യും. ആ പ്രൊഡക്റ്റ് കൊള്ളാമോ, അതിന്റെ റിവ്യൂ ഒക്കെ എങ്ങനെയുണ്ട്, ആൾക്കാരുടെ ഒക്കെ അഭിപ്രായം എന്താന്നൊക്കെ അറിഞ്ഞിട്ട് വാങ്ങാനിരിക്കുന്നവരുണ്ട്. ചിലർ ആ പ്രൊഡക്റ്റ് നല്ല കുറേ വർഷം നിന്ന് അതിങ്ങനെ ആ പ്രൊഡക്റ്റ് മെച്യൂർ ആയതിനു ശേഷം, ആ ഒരു പീരീഡിന് ശേഷം വാങ്ങുന്നവരുണ്ട്. ദെൻ ആ പ്രൊഡക്റ്റ് അവസാനം ഡിക്ലൈൻ ആകുന്ന സമയത്തും അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ പല പ്രൊഡക്റ്റുകളുടെ പല പല സ്റ്റേജുകളിൽ ഈ പ്രൊഡക്റ്റിനെ അഡോപ്റ്റ് ചെയ്യുന്ന പല പല ആളുകളുണ്ട്. അപ്പൊ ഈ ആൾക്കാരുടെ പേരുകൾ നമുക്കിവിടെ പല തരത്തിൽ തരം തിരിച്ചേക്കാണ്. ലാഗാർഡ്സ്, ഏർലി അഡോപ്റ്റേഴ്സ്, മിഡിൽ മെജോറിറ്റി, ഇന്നോവേറ്റേഴ്സ് എന്നൊക്കെ. അപ്പൊ ഇതിനെ നമുക്ക് പ്രൊഡക്റ്റിന്റെ ലൈഫ് സൈക്കിളുമായിട്ടൊന്ന് മാച്ച് ചെയ്യണം. നോക്കിക്കേ, ഇവിടെ എങ്ങനെ നമുക്ക് മാച്ച് ചെയ്യാം? ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇന്നോവേറ്റേഴ്സ് ആണ്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ
ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് നിങ്ങളൊന്ന് ലോജിക്കലി ചിന്തിച്ചാൽ മതി. ഒരു പ്രൊഡക്റ്റ് ഇറങ്ങുമ്പോൾ തന്നെ ഇന്നോവേറ്റേഴ്സ് ഉണ്ടല്ലോ, ആ പുതിയ പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യാനൊക്കെ താല്പര്യമുള്ള ഇന്നോവേറ്റേഴ്സ് ആയിരിക്കും ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ പ്രൊഡക്റ്റുകളെ അഡോപ്റ്റ് ചെയ്യുന്നത്. ഗ്രോത്ത് സ്റ്റേജിലാണ് ഏർലി അഡോപ്റ്റേഴ്സ്. അതായത് ആ പ്രൊഡക്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ആ പ്രൊഡക്റ്റിന് ഒരു ഗ്രോത്ത് ഉള്ള സമയത്ത് ഏർലി അഡോപ്റ്റേഴ്സ് ഉണ്ട്, അവർ ആ പ്രൊഡക്റ്റുകളെ അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മെച്യൂരിറ്റി സ്റ്റേജിൽ മിഡിൽ മെജോറിറ്റി എന്ന് പറയുന്നതും മെച്യൂരിറ്റിയാണ്. ഇപ്പോൾ സാധാരണ ഒരു നോർമലി മെജോറിറ്റി ആളുകളും പ്രൊഡക്റ്റ് മെച്യൂർ ആകുമ്പോഴാണ് അഡോപ്റ്റ് ചെയ്യുന്നത്. കാരണം ആ പ്രൊഡക്റ്റ് വന്ന് അതൊന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിയുമ്പോഴാണ് അത് വാങ്ങാനായിട്ട് താല്പര്യം കാണിക്കുന്നത് അല്ലേ. ദെൻ ലാഗേർഡ്സ് ഉണ്ട്. പ്രൊഡക്റ്റുകൾ അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ആ പ്രൊഡക്റ്റുകൾ കൺസ്യൂം ചെയ്യുന്ന ആളുകളെ നമുക്ക് ലാഗേർഡ്സ് എന്ന് പറയാം കേട്ടോ. ആ പേരുകളൊന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. യെസ്, ഇത് നമുക്ക് നമ്മുടെ ഇൻകം ടാക്സ് അല്ല, ബിസിനസ് ലോ, ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ്, ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ബിസിനസ് ലോയിൽ നിന്ന് അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റുകളെ പറ്റിയിട്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ഉണ്ട് അല്ലേ നമുക്ക് ഇൻകം ടാക്സിന് ബിസിനസ് ലോയ്ക്കകത്ത് ഡിഫറെന്റ് ലോ പഠിക്കാനുണ്ട്. അതിനകത്ത് സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിന്റെ അകത്ത് അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റുകളെ പറ്റി പറയുന്നുണ്ട്. അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ്. അൺപെയ്ഡ് സെല്ലർ ആരാ? അൺപെയ്ഡ് സെല്ലർ നമ്മളൊരു സാധനം വിറ്റു പക്ഷെ പേയ്മെന്റ് കിട്ടിയിട്ടില്ല, അവരാണ് അൺപെയ്ഡ് സെല്ലർ. പ്രൊഡക്റ്റ് വിറ്റു, കസ്റ്റമർക്ക് വിറ്റു, പക്ഷെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് അതിന്റെ പ്രൈസ് കിട്ടിയിട്ടില്ല, തിരിച്ച് റിട്ടേൺ എമൗണ്ട് കിട്ടിയില്ല, അതിന്റെ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ ആ സെല്ലറെ അൺപെയ്ഡ് സെല്ലർ എന്ന് പറയും അല്ലെ. അൺപെയ്ഡ് സെല്ലർക്ക് കുറെ റൈറ്റുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിക്കുന്നതാണ്. ഇതിൽ ഏതൊക്കെയാണ് അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റ്? റൈറ്റ് ഓഫ് ലീൻ, റൈറ്റ് ടു സ്യൂ ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, റൈറ്റ് ഓഫ് റീസെയിൽ, റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, റൈറ്റ് ടു റീഓർഗനൈസ് പൊസഷൻ ഓഫ് ഗുഡ്സ്. ഇതിൽ ഏതൊക്കെ വരും? റൈറ്റ് ഓഫ് ലീൻ വരും അല്ലെ. റൈറ്റ് ഓഫ് ലീൻ. സ്യൂ ഫോർ സ്പെസിഫിക് പെർഫോമൻസ്, അത് സെല്ലറുടെ റൈറ്റ് അല്ല അല്ലെ. ദെൻ റൈറ്റ് ഓഫ് റീസെയിൽ വരുന്നുണ്ട്. റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് വരും. റൈറ്റ് ടു റീഓർഗനൈസ് പൊസഷൻ ഓഫ് ഗുഡ്സ്, അത് നമ്മൾ പഠിക്കുന്നതാണോ അൺപെയ്ഡ് സെല്ലറുടെ റൈറ്റിൽ? അൺപെയ്ഡ് സെല്ലർക്ക് പല റൈറ്റുകൾ ഉണ്ടെന്ന് നമ്മൾ പഠിക്കും. ഗുഡ്സിന്റെ മുകളിലുള്ള റൈറ്റ് ഉണ്ട്, അതേപോലെ ആ ഒരു ബയറുടെ മുകളിലും അൺപെയ്ഡ് സെല്ലർക്ക് റൈറ്റുകളുണ്ട്. റൈറ്റ് ഓഫ് ലീൻ അല്ലെ, ആ ഗുഡ്സ് അതിന്റെ കൈവശാവകാശം, അതാണ് ലീൻ എന്ന് പറയുന്നത്. പൈസ കിട്ടുന്നത് വരെ സെല്ലറുടെ കയ്യിൽ തന്നെ ആ സാധനങ്ങൾ വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. അതേപോലെ റീസെയിൽ ചെയ്യാം, വേണമെങ്കിൽ സെല്ലർക്ക് അത് പെരിഷബിൾ ഒക്കെ ആണെങ്കിൽ റീസെയിൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ഇത് നമ്മൾ ആ ഗുഡ്സ് അയച്ചു കൊടുത്തു, ട്രാൻസിറ്റിലാണെങ്കിൽ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് സ്റ്റോപ്പ് ചെയ്യാം അല്ലെ. ട്രാൻസിറ്റിൽ തന്നെ അത് സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റും അൺപെയ്ഡ് സെല്ലർക്കുണ്ട്. സോ അൺപെയ്ഡ് സെല്ലർക്ക് കിട്ടുന്ന മെയിൻ ആയിട്ടുള്ള 3 റൈറ്റുകളാണ്. ഒന്ന് റൈറ്റ് ഓഫ് ലീൻ, അതായത് റീറ്റെയിൻ പൊസഷൻ ഓഫ് ഗുഡ്സ് അൺടിൽ ഫുൾ പ്രൈസ് ഈസ് പെയ്ഡ്. ഫുൾ പൈസ കിട്ടുന്നത് വരെ ആ ഗുഡ്സിന്റെ പൊസഷൻ, കൈവശാവകാശം സെല്ലറുടെ കയ്യിൽ തന്നെ വെച്ചേക്കാനുള്ള റൈറ്റ് സെല്ലർക്കുണ്ട്. റൈറ്റ് ഓഫ് സ്റ്റോപ്പേജ് ഓഫ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, ഗുഡ്സ് ബയറുടെ കയ്യിലേക്ക് കിട്ടുന്നതിന് മുന്നേ അത് ട്രാൻസിറ്റിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാനുള്ള റൈറ്റ് സെല്ലർക്കുണ്ട്. ദെൻ റൈറ്റ് ടു റീസെയിൽ ദ ഗുഡ്സ് അണ്ടർ സ്പെസിഫിക് സർക്കംസ്റ്റൻസസ്. ഓക്കെ, ഇതൊന്നും നിങ്ങൾ ഇത്രയും പോരാ കേട്ടോ. ഇതൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത്. ഇതൊക്കെ കുറച്ച് വൈഡായിട്ട് പഠിക്കേണ്ടതാ, കുറച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങളാണ്. കാരണം ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒരുപാട് ചോദിക്കും. ലോയും ടാക്സും ഒക്കെ നിങ്ങൾ അതിനകത്തുനിന്ന് കുറച്ചൊന്ന് ഡെപ്ത് ആയിട്ടൊന്ന് പഠിക്കേണ്ടതുണ്ട് ചില ഏരിയാസ് ഒക്കെ. ഓക്കെ, അത് പഠിച്ചു വെച്ചാൽ നമുക്ക് ബെനഫിഷ്യലാ, കാരണം അതിനകത്തുനിന്നേ നമുക്ക് ചോദിക്കത്തുള്ളൂ. അടുത്ത ചോദ്യം നോക്കിക്കേ. യെസ്, ഇൻകം ടാക്സ് ആണ്. If the employee pay tax within the parameters of alternative tax regime under section 115 BAC, then from assessment year 2025-26 standard deduction from salary income. ഇവിടെ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നമ്മളെ കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ വരും. അതായത് ഇൻകം ടാക്സിൽ നിന്ന് ഈ ഡിഡക്ഷൻ എത്ര കിട്ടുമെന്നൊക്കെ ഒരു സ്പെസിഫിക് ഇയറിലെയൊക്കെ വെച്ച് ചോദിച്ചാൽ ആദ്യം നിങ്ങൾ നോക്കേണ്ടത് ഇയർ നോക്കിക്കോണം കേട്ടോ. 2025-26 ഇത് അസസ്മെന്റ് ഇയർ എന്നാണ് പറഞ്ഞേക്കുന്നത്. 25-26 അസസ്മെന്റ് ഇയർ ആണെങ്കിൽ ഏതാ പ്രീവിയസ് ഇയർ? 24-25 വരും പ്രീവിയസ് ഇയർ അല്ലേ. 25-26 അസസ്മെന്റ് ഇയർ ആണെങ്കിൽ പ്രീവിയസ് ഇയർ ഏത് വരും? 24-25 വരും. സോ സെക്ഷൻ 115 BAC ഏതാ?
ന്യൂ ടാക്സ് റിജീമിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ. 115 BAC അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അസസ്മെന്റ് ഇയർ 2025-26 സാലറി, ഇത് ഏത് ഇൻകത്തിനെ ബേസ് ചെയ്തിട്ട്, ഇതൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കണം കേട്ടോ, ഇതൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗങ്ങളാണ്. സാലറിയിൽ നിന്ന് എത്ര ഡിഡക്ഷൻ കിട്ടും 2025-26 അസസ്മെന്റ് ഇയർ പ്രകാരം സെക്ഷൻ 150 BAC ആണെന്ന് പറയുന്നു. സാലറി ഇൻകം ആണെങ്കിൽ എത്രയാണ് നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻ? ഇത്രയേ ഉള്ളൂ. പുതിയ ടാക്സ് റിജീം വന്നപ്പോൾ നമുക്കറിയാം സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഒക്കെ വ്യത്യാസം വരുത്തിയിട്ടുണ്ടല്ലേ. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടി, സാലറി ഇൻകത്തിൽ നിന്നുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂട്ടിയിട്ടുണ്ട്. അത് 2025-26 ആണ് അസസ്മെന്റ് ഇയർ. അപ്പോൾ തൊട്ട് മുന്നേ ഉള്ള പ്രീവിയസ് ഇയർ 2024-25. 24-25 തന്നെയല്ലേ സാലറി എന്ന് പറയുന്ന ഇൻകത്തിന് അതിൽ നിന്നുള്ള ഡിഡക്ഷൻ എമൗണ്ട് കൂട്ടിയത്? എത്രയാ കൂട്ടിയിട്ടുള്ളത്? 75,000 ഓർ ഗ്രോസ് സാലറി വിച്ച് എവർ ഈസ് ലോവർ ആണ് അല്ലേ. ഒന്നെങ്കിൽ 75,000 രൂപ അല്ലെങ്കിൽ ആക്ച്വൽ സാലറി വിച്ച് എവർ ഈസ് ലോവർ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അപ്പം ഈ 75,000 രൂപ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ്. സാലറി ഇൻകത്തിൽ നിന്നും കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആണ് 75,000. നോക്കിക്കേ, അത് ഓർത്ത് വെച്ചോണേ. ഇതിന് മുന്നേ 2024-25 പ്രീവിയസ് ഇയറിന് മുന്നേ ഉള്ള വർഷങ്ങളിൽ 50,000 ആയിരുന്നു സാലറിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. 2024-25 പ്രീവിയസ് ഇയറിൽ ആ ഒരു വർഷത്തെ ബജറ്റിലാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എന്ന് പറയുന്നത് 50,000-ൽ നിന്ന് 75,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ 115 BAC റെഫേഴ്സ് ടു ദി ഓൾട്ടർനേറ്റീവ് ഓർ ന്യൂ ടാക്സ് റിജീം ആണ്. ആപ്ലിക്കബിൾ ഫ്രം 2025-26 അസസ്മെന്റ് ഇയർ തൊട്ടാണ്. ദാറ്റ് മീൻസ് 2024-25 ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ തൊട്ട് ആപ്ലിക്കബിൾ ആകുന്നുണ്ട്. എംപ്ലോയി ഓപ്റ്റിംഗ് ഫോർ ദിസ് റിജീം ആർ എലിജിബിൾ ഫോർ എ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അവൈലബിൾ ഫ്രം സാലറി. 75,000 ആണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. ഓൾഡ് റിജീമിലെ 50,000-നെ റീപ്ലേസ് ചെയ്തിട്ടാണ് പുതിയ 75,000 എന്നൊരു ഡിഡക്ഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ക്വസ്റ്റ്യൻ ദാറ്റ് ആർ ആക്ച്വലി ആസ്ക്ഡ് ഫ്രം ദ റെസ്പോണ്ടന്റ്. ഇവിടെ പല ക്വസ്റ്റ്യൻസിനെ പറ്റി പറയുന്നുണ്ട് അല്ലേ. മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ, റിസർച്ച് ക്വസ്റ്റ്യൻ, ഇൻവെസ്റ്റിഗേറ്റീവ് ക്വസ്റ്റ്യൻ, ഈ മെഷർമെന്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്, റിസർച്ച് മെത്തഡോളജിയിൽ വരുന്നതാണ്. അവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസിനെ പറ്റി പറയുന്നു. ഇതിൽ ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ആക്ച്വലി റെസ്പോണ്ടൻസിനോട് നമ്മൾ ചോദിക്കുന്നത്? റിസർച്ചിനകത്ത് ഇപ്പം നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻ എന്ന് പറയും, റിസർച്ച് ക്വസ്റ്റ്യൻ, അതേപോലെ മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മൾ ആക്ച്വലി ഒരാളോട് പോയി ചോദിക്കുന്നതാണോ? അല്ല. ഈ റെസ്പോണ്ടൻസിനോട് ചോദിച്ച് ഡേറ്റ കളക്ട് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതിൽ ഏത് ചോദ്യമാണ്? മെഷർമെന്റ് ക്വസ്റ്റ്യൻ ആണ്. മെഷർമെന്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദേ ആർ ദി ആക്ച്വൽ ക്വസ്റ്റ്യൻസ് പാസ്ഡ് ടു റെസ്പോണ്ടന്റ് ഇൻ എ സർവേ ഓർ ഇന്റർവ്യൂ ടു കളക്ട് ഡേറ്റ. ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ റെസ്പോണ്ടൻസിനോട് ചോദിക്കുന്നത്, ആക്ച്വലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് മെഷർമെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ എന്താ നോക്കിയേ. മാനേജ്മെന്റ് ക്വസ്റ്റ്യൻ മീൻസ് address the decision problem faced by management. Research questions guide the overall research study. നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നത്, നമ്മുടെ റിസർച്ച് സ്റ്റഡി എന്താണ് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലേ. ദാറ്റ് ഈസ് റിസർച്ച് ക്വസ്റ്റ്യൻ. ഇൻവെസ്റ്റിഗേറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ ദ റിസർച്ച് ക്വസ്റ്റ്യൻ ഇൻ ടു സ്പെസിഫിക് ഏരിയാസ് ടു എക്സ്പ്ലോർ. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു ചോദ്യം നോക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതൊക്കെ വളരെ ബേസിക്, ഇതൊക്കെ സിമ്പിൾ ആണ് അല്ലേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. SBI വന്നിട്ടുള്ള ഇയർ, SBI എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ അറിയത്തില്ലേ? 1955 ആണ് അല്ലേ SBI എസ്റ്റാബ്ലിഷ് ചെയ്തത് 1955. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ബേസിക് ആണെന്ന്. അതുകൊണ്ടാണ് നമ്മുടെ കട്ട് ഓഫ് ഇത്രയും കൂടിയത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടിയല്ലോ കട്ട് ഓഫ് എന്തുകൊണ്ടാണ് കൂടിയത് എന്നുള്ളത്. 1955 ആണ് SBI എസ്റ്റാബ്ലിഷ് ചെയ്തത്. It was created by the merger of Imperial Bank of India with the Reserve Bank of India's operations. Imperial Bank of India ആണ് പിന്നീട് SBI ആയിട്ട് മാറിയത് അല്ലേ, നമുക്കറിയാം. Imperial Bank of India ആണ് പിന്നീട് SBI ആയത്. Imperial Bank of India formed in 1921 by merging 3 presidency banks. അതായത് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് 3 പ്രസിഡൻസി ബാങ്കുകൾ മെർജ് ചെയ്തിട്ടായിരുന്നു. 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത്. അപ്പോൾ 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഫോം ചെയ്തത് 3 ബാങ്കുകൾ മെർജ് ചെയ്തിട്ടാ. ഏതൊക്കെയാ? ബാങ്ക് ഓഫ് കൽക്കട്ട, ബാങ്ക് ഓഫ് ബോംബെ, ബാങ്ക് ഓഫ് മദ്രാസ്. ഈ 3 ബാങ്കുകൾ മെർജ് ചെയ്തിട്ട് 1921 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വന്നു. ദെൻ 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ പിന്നീട് SBI ആയിട്ട് മാറി അല്ലേ. SBI is the largest commercial bank in India and is government owned. അതേപോലെ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് SBI അണ്ടർ ദി SBI ആക്ട് 1955 പ്രകാരമാണെന്നൊരു കാര്യം കൂടെ ഓർത്തു വെക്കാം. നെക്സ്റ്റ് ചോദ്യം നോക്കിയാലോ. ഓക്കെ, ഇത് നമ്മുടെ
ബിസിനസ് ഫിനാൻസിൽ നിന്നുള്ള ചോദ്യമാണ്. ബിസിനസ് ഫിനാൻസിൽ നമ്മൾ പറഞ്ഞില്ലേ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും ഒക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ചോദിക്കും. അതിൽ സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലെ ഒരു ചോദ്യമാണ് ചോദിച്ചേക്കുന്നത്. ABC Limited issued 2000 10% preference shares of 100 each at 95. Calculate the cost of preference share. സിമ്പിൾ ആയിട്ട്, വളരെ സിമ്പിൾ അല്ലേ. ഇഷ്യൂ ചെയ്ത 2000 ഇക്വിറ്റി ഷെയറുകളാണ്. ഒരെണ്ണത്തിന് 100 രൂപയാണ്. 10% ആണ് അതിന്റെ പ്രിഫറൻസ് ഷെയർ ആണ്. പ്രിഫറൻസ് ഷെയർ ആകുമ്പോൾ 10% ആണ് ഡിവിഡൻഡ് വരുന്നത്. ഇഷ്യൂ ചെയ്തത് 95 റുപ്പീസ്, ഡിസ്കൗണ്ടിനാണ് ഇഷ്യൂ ചെയ്തത്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ കണ്ടുപിടിക്കണം. ഇത് ഇങ്ങനെ വന്നാൽ എന്തുവാ ചെയ്യണ്ടേ? റെഡീമബിൾ ആണോ ഇറഡീമബിൾ ആണോ നോക്കും. അതനുസരിച്ച് ഇക്വേഷനിൽ മാറ്റം വരും അല്ലേ. ഇത് റെഡീമബിൾ ആണോ ഇറഡീമബിൾ ആണോ? ഇറഡീമബിൾ ആണ്. കാരണം റെഡീമബിൾ ആണെങ്കിൽ അത് എടുത്ത് പറയും, അതേപോലെ അതിനകത്ത് നമുക്ക് റെഡീമബിൾ വാല്യൂ ഒക്കെ തരും. ഇവിടെ അതൊന്നും ഇല്ല. അപ്പൊ നമുക്ക് സിംപ്ലി ഇറഡീമബിൾ ആണെന്ന് അസ്യൂം ചെയ്യാം. സിമ്പിൾ ഇക്വേഷൻ ആണ് D/NP അല്ലെ. D/NP ഡിവിഡൻഡ് ബൈ നെറ്റ് പ്രോസീഡ്സ് അങ്ങ് ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് കിട്ടും. ഇതൊക്കെയാണ് ബേസിക് ക്വസ്റ്റ്യൻസ് അല്ലേ. നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്നതാണ്. സോ നമുക്ക് എങ്ങനെ കിട്ടും നോക്കിക്കേ. 2000 പ്രിഫറൻസ് ഷെയർസ്, ഫേസ് വാല്യൂ പെർ ഷെയർ 100, ഡിവിഡൻഡിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 10%, ഇഷ്യൂ ചെയ്തത് 95 രൂപയ്ക്ക്. ഡിവിഡൻഡ് പെർ ഷെയർ എത്ര? 10%, 100 രൂപയാണ് ഫേസ് വാല്യൂ. എപ്പോഴും ഡിവിഡൻഡുകൾ ഫേസ് വാല്യൂവിന്റെ പെർസെൻറ്റേജ് ആയിട്ടാണ് കാണിക്കേണ്ടത് കേട്ടോ. 100ന്റെ 10%, ദാറ്റ് ഈസ് 10 വരും. ഇനി നമുക്ക് സിംപ്ലി ഫോർമുല ഇട്ട് കൊടുത്താൽ മതി. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ D/NP, ഡിവിഡൻഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. ഡിവിഡൻഡ് എത്ര? 10 ബൈ നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് ഈ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ നമ്മുടെ കയ്യിൽ കിട്ടും, ദാറ്റ് ഈസ് നെറ്റ് പ്രൊസീഡ്സ്. ഇവിടെ പറയുന്നത് ഡിസ്കൗണ്ടിന് എത്രയാ? 95 രൂപയ്ക്കാണ് ഇഷ്യൂ ചെയ്യുന്നത് ഡിസ്കൗണ്ടിന്. അപ്പൊ നമുക്ക് 95 രൂപയെ കിട്ടത്തുള്ളൂ ഒരു ഷെയറിൽ നിന്ന്. 100 നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല. നമ്മുടെ കയ്യിൽ കിട്ടുന്നതാണ് നെറ്റ് പ്രൊസീഡ്സ്. അപ്പോൾ ഡിവിഡൻഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് 10/95 ഇൻറ്റു 100 എത്ര കിട്ടും? 10.53%. എത്ര സിമ്പിൾ ആണെന്ന് നോക്കിക്കേ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം, സിമ്പിൾ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ 10.53 ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ. ആക്റ്റീവ് കൺസീൽമെന്റ് ഓഫ് ഫാക്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഓഫ് ദി ഫോളോയിങ്? ആക്റ്റീവ് കൺസീൽമെന്റ് ഓഫ് ഫാക്ട് നമുക്ക് നമ്മുടെ ലീഗൽ ആസ്പെക്ട് ഓഫ് ബിസിനസ്സിൽ നിന്നും ആണ് ചോദിച്ചിട്ടുള്ളത്. ആക്റ്റീവ് കൺസീൽമെന്റ് ഓഫ് ഫാക്ട്, നമ്മൾ ഫാക്ടുകളെ അറിഞ്ഞുകൊണ്ട് മറച്ചു വെക്കുന്നത് മിസ്റെപ്രസെന്റേഷൻ, അൺഡ്യൂ ഇൻഫ്ലുവൻസ്, ഫ്രോഡ്, മിസ്റ്റേക്ക്. ഏതാണ്? ഫ്രോഡാണ്. പേരിൽ തന്നെ ഉണ്ട്, ആക്റ്റീവ് കൺസീൽമെന്റ് ആണ്. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഫാക്ടുകളെ എന്ത് ചെയ്യുന്നു? കൺസീൽ ചെയ്യുന്നു, ഒളിപ്പിച്ചു വെക്കുന്നു അല്ലെ. മറ്റുള്ളവരോട് ഡിസ്ക്ലോസ് ചെയ്യാതെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാ. അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതെന്താകും? ഫ്രോഡ് ആകും അല്ലെ. അറിയാതെ ചെയ്താലാണ് മിസ്റ്റേക്ക് ആകുന്നത്. അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ ഫ്രോഡ്. സോ concealment of active concealment of fact means deliberately hiding or suppressing important information to deceive another party. മറ്റൊരാളെ ഡീഫ്രോഡ് ചെയ്യുക എന്നൊരു ഇന്റൻഷനോട് കൂടി നമ്മൾ അറിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ മറച്ചു വെക്കുന്നതിനെയാണ് ഫ്രോഡ് എന്ന് പറയാം. അതിനെ ആക്റ്റീവ് കൺസീൽമെന്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ കീ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്രോഡ്. ദെൻ മിസ്റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് innocent or negligent but fraud involve intentional deception. മിസ്റെപ്രസെന്റേഷനിൽ വരാത്ത എന്താണെന്നറിയാമോ? മിസ്റെപ്രസെന്റേഷൻ ഒന്നെങ്കിൽ ഇന്നസെന്റ് ആയിട്ടും നടക്കാം, അല്ലെങ്കിൽ നെഗ്ലിജന്റ് ആകാം അല്ലേ. ഇപ്പൊ നമ്മൾ അറിയാതെ നമ്മളൊരു കാര്യം മിസ്റെപ്രസെന്റ് ചെയ്യുന്നു. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യാം, അറിയാതെയും ചെയ്യാം. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ അതെന്താകും? ഫ്രോഡായിട്ട് മാറും. അൺഡ്യൂ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ അൺഫെയർ പെർസ്വേഷൻ ആണ്, കൺസീൽമെന്റ് അല്ല. അൺഡ്യൂ, ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. ഇപ്പം അത് തെറ്റാണെന്ന് അറിഞ്ഞിട്ടും അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുവരുന്നതൊക്കെ അൺഡ്യൂ ഇൻഫ്ലുവൻസ് ആണ് അല്ലേ. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ മിസ്റ്റേക്കിൻ്റെ ഒരു മേജർ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് മെയ്ഡ് വിത്തൗട്ട് ഇൻറ്റൻറ്റ് ടു ഡിസീവ്. ഒരാളെ ഡീഫ്രോഡ് ചെയ്യണമെന്നൊരു ചിന്തയോടുകൂടി ചെയ്യുന്നതല്ല. മിസ്റ്റേക്ക് പ്യുവർലി നമ്മൾ അറിയാതെ അൺഇൻറ്റൻഷനലി സംഭവിക്കുന്നതാണ് മിസ്റ്റേക്കുകൾ. ഓക്കെ, അപ്പൊ ഇവിടെ ആക്റ്റീവ് കൺസീൽമെന്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ്? ഫ്രോഡാണ് അല്ലെ. നെക്സ്റ്റ് ചോദ്യം നോക്കിക്കേ. അറേഞ്ച് ദി ഫോളോയിങ് ഇൻ chronological order of their establishment. NAFTA, യൂറോപ്യൻ യൂണിയൻ, സാർക്ക്, ആസിയാൻ. ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റിൽ ക്രോണോളജിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യണം. അതായത് ഓൾഡ് ടു ന്യൂ ക്രോണോളജിക്കൽ ഓർഡർ ആണ് അല്ലേ. അപ്പോൾ ഓരോന്നും വന്നിട്ടുള്ള ഇയറുകൾ അനുസരിച്ച് അതിനെ ഒന്ന് റീ അറേഞ്ച് ചെയ്യണം. ഏതിനൊക്കെയാ? നാഫ്ത, യൂറോപ്യൻ യൂണിയൻ, സാർക്ക്, ആസിയാൻ.
ഇതും നോക്കിക്കേ എത്ര ബേസിക് ആണ്. ഇതൊക്കെ വളരെ സിമ്പിൾ ചോദ്യങ്ങളല്ലേ. എക്സാം സമയത്ത് ആ ടൈമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിക്കാണും. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ല, പൊതുവേ ഈ ചോദ്യപേപ്പർ ബുദ്ധിമുട്ടായി തോന്നിക്കാണും. പക്ഷേ നിങ്ങൾ ഇപ്പോൾ സമാധാനത്തോടെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് എടുത്ത് നോക്കിക്കേ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നില്ലേ സിമ്പിൾ ആണ് എന്നുള്ളത്? നമ്മൾ വിചാരിച്ച പോലെ അത്ര കടുകട്ടിയൊന്നും അല്ല. കുറച്ചൊന്ന് സിലബസ് ഒന്ന് പഠിച്ചാൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. സിലബസ് അങ്ങ് പഠിച്ചാൽ മതി. സിലബസ് പഠിച്ചാൽ കിട്ടുന്ന കാര്യമേ ഉള്ളൂ. അത് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കേ. നാഫ്ത, യൂറോപ്യൻ യൂണിയൻ, സാർക്ക്, ആസിയാൻ, ഇതൊക്കെ റീജിയണൽ ട്രേഡ് എഗ്രിമെന്റുകളൊക്കെ അല്ലെ രാജ്യങ്ങൾ തമ്മിലുള്ള. ഇന്റർനാഷണൽ ബിസിനസ്സിൽ നിന്നുമുള്ള ചോദ്യമാണ്. ഇതിനെ നമ്മൾ ഓൾഡർ ടു ന്യൂ എന്നൊരു ഓർഡറിലേക്ക് റീ അറേഞ്ച് ചെയ്യണം. എങ്ങനെ വരും? ഇതിൽ ആദ്യം ഏതാ? ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ആദ്യം ഇയർ അറിയണം. എന്തായാലും ഇതൊന്നും ഇയർ നിങ്ങൾ അറിയാതിരിക്കത്തില്ല. കാരണം എന്തുകൊണ്ടാ? ഇതൊക്കെ നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഓരോന്നും പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഇയറും കൂടെ അല്ലേ പഠിച്ചു പോകുന്നത്. പിന്നെ ഇയർ ഒരിക്കലും നമുക്ക് മിസ് ആവത്തില്ല. എവിടെയും പഠിക്കാൻ സെപ്പറേറ്റ് എടുത്ത് പഠിക്കുമൊന്നും വേണ്ട. സിലബസിലുള്ള കാര്യം അതേപോലെ പഠിക്കുമ്പോൾ ഇതിന്റെയൊക്കെ ഇയറുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ ഓർഡർ എങ്ങനെ വരും? DCBA. ഫസ്റ്റ് ആസിയാൻ ആണ് 1967, ദെൻ സാർക്ക് 1985, യൂറോപ്യൻ യൂണിയൻ 1993, നാഫ്ത 1994. ഇങ്ങനെയാണ് ഇയർ ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ആദ്യം വരുന്നത് ഏതാ? ആസിയാൻ, ദെൻ സാർക്ക്. DCBA വരും അല്ലെ. ഇയറുകൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോണേ. ഇപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇയർ മാത്രം പോരാ, ഇയറും ഓരോന്നിന്റെയും മെമ്പർ കൺട്രീസ് ആരൊക്കെയാണ്, മെയിൻ ആയിട്ടുള്ള ഇവരുടെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണെന്നുള്ള കാര്യം വരെ നമ്മൾ പഠിക്കണം. പക്ഷെ ഇവിടുന്ന് നമുക്ക് ഇയർ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ അല്ലെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ എല്ലാവരും മെജോറിറ്റിയും ആൻസർ ചെയ്യുന്നതാ കേട്ടോ. മെജോറിറ്റി ആളുകളും ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസാ. അടുത്ത ചോദ്യം നോക്കിക്കേ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ പാർട്ട് ഓഫ് മൈക്രോ എക്കണോമിക്സ്? നമ്മൾ കുറച്ച് മുന്നേ കണ്ടു ബിസിനസ് എൻവയോൺമെന്റിൽ മാക്രോ എൻവയോൺമെന്റും മൈക്രോ എൻവയോൺമെന്റിലും വരുന്ന ഏതൊക്കെയാണ്. അപ്പൊ ഇവിടെ ചോദിച്ചേക്കുന്നത് എന്താ? മൈക്രോ എക്കണോമിക്സ് ഇതിൽ ഏതാണ്? തുടക്കത്തിൽ നമ്മളൊരു മാക്രോ എക്കണോമിക്സും കണ്ടിരുന്നു അല്ലെ. മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സ് ഏതാണെന്നുള്ള ചോദ്യം ഒന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ മൈക്രോ എക്കണോമിക്സിന്റെ ഭാഗം ഏതാണ്? സിമ്പിൾ അല്ലേ. സിമ്പിൾ ആയിട്ട് പഠിക്കണ്ട. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, തിങ്ക് ചെയ്തേ. പ്രൊഡക്റ്റ് പ്രൈസിങ് മൈക്രോ ആണോ? നമുക്കൊരു ഇൻഡിവിജ്വൽ ഫാമിനെ മാത്രമായിട്ട് ബേസ് ചെയ്തിട്ടും ഒക്കെയുള്ള കാര്യങ്ങളായി മൈക്രോ എക്കണോമിക്സിൽ വരുന്നത് അല്ലേ. പ്രൊഡക്റ്റ് പ്രൈസിങ് വരും. കൺസ്യൂമർ ബിഹേവിയർ മൈക്രോ ആണല്ലോ. ഫാക്ടർ പ്രൈസിങ്. ഇൻട്രസ്റ്റ് റേറ്റ് മൈക്രോ ആണോ? ഇൻട്രസ്റ്റ് റേറ്റും ഇൻഫ്ലേഷനും ഒക്കെ അതൊക്കെ മൈക്രോ ഫാക്ടർ ആണോ? അതൊരു മാക്രോ ഫാക്ടർ ആണ് അല്ലേ. അപ്പൊ പിന്നെ C വരത്തില്ല. പിന്നെ ഏതൊക്കെ വരും? A, B and D only. A, B and D only. നോക്കിക്കേ. മൈക്രോ എക്കണോമിക് സ്റ്റഡി ഇൻഡിവിജ്വൽ യൂണിറ്റ് ലൈക്ക് കൺസ്യൂമർ, ഫേം, മാർക്കറ്റ്. ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ പറ്റിയുള്ള സ്റ്റഡിയാണ് എന്ത്? മൈക്രോ എക്കണോമിക്സ്. മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് മൈക്രോയിൽ വരുന്നതാണ് പ്രൊഡക്റ്റ് പ്രൈസിങ്, കൺസ്യൂമർ ബിഹേവിയർ, ഫാക്ടർ പ്രൈസിങ് എന്നുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കൺസിഡേർഡ് എ മാക്രോ എക്കണോമിക് കോൺസെപ്റ്റ് ആണ്. ബിക്കോസ് ഇറ്റ് അഫക്ട് ദി ഓവറോൾ എക്കണോമി ആൻഡ് മോണിറ്ററി പോളിസി. അതൊരു മാക്രോ എക്കണോമിക് കോൺസെപ്റ്റ് ആണ്. ഏത്? ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ മാർക്കറ്റ്, ഇഫക്ട് ഓൺ പ്രൈസ്, ഇൻഡിവിജ്വൽ ലേബർ മാർക്കറ്റ്, ഇൻഡിവിജ്വൽ കൺസ്യൂമർ ബിഹേവിയർ, സപ്ലൈ, ഇതെല്ലാം മൈക്രോ എക്കണോമിക് ഫാക്ടേഴ്സിൽ വരും. മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിൽ നമ്മുടെ വോൾ എക്കണോമിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഏതൊക്കെയാ? GDP, ഇൻഫ്ലേഷൻ, എംപ്ലോയ്മെന്റ്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് എക്കണോമി. ഇതൊക്കെ ഏതാണ്? മാക്രോ എക്കണോമിക് ഫാക്ടേഴ്സിൽ നമുക്ക് പറയാം. ഓക്കെ, ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കിക്കേ. ഇതും വളരെ സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? കണ്ടിട്ട് സിമ്പിൾ ആയിട്ട് തോന്നുന്നില്ലേ? ഇതുപോലെ തന്നെ തൊട്ട് മുന്നേ നമ്മൾ ഇതിന്റെ തന്നെ വേറൊരു രീതിയിൽ മാക്രോ കുറെ ഫാക്ടേഴ്സ് വന്നിട്ട് ഇതിൽ മാക്രോ ഏതാന്ന് ചോദിച്ചു അല്ലെ. കുറെ ഫാക്ടേഴ്സ് വന്നിട്ട് മാക്രോ എൻവയോൺമെന്റ് ഏതാന്ന് ചോദിച്ചു. ഇവിടെ നമുക്ക് അതേ ക്വസ്റ്റ്യനെ തന്നെ വേറൊരു രീതിയിൽ തന്നിട്ട് മൈക്രോ ഫാക്ടർ ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ബിസിനസ് എൻവയോൺമെന്റിൽ ലീഗൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ്, കുറെ എൻവയോൺമെന്റ്സ് നമുക്ക് തന്നിട്ട് അതിലേതാണ് മാക്രോയിൽ വരുന്നത്. അത് നമ്മൾ ടെക്നോളജിക്കൽ എൻവയോൺമെന്റ് ആണെന്ന് കണ്ടിരുന്നു അല്ലെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ. അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങള് ഈ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായോ? ബിസിനസ് എൻവയോൺമെന്റിനെ കേന്ദ്രീകരിച്ചിട്ട് ബേസ് ലെവലിലുള്ള 3-4 ചോദ്യങ്ങൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലെ. അപ്പോൾ അതൊക്കെ
ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസാ. ഇപ്പം ഒന്നും പഠിക്കാത്തവരും നന്നായിട്ട് പഠിച്ചവരും മീഡിയം ലെവലിൽ പഠിച്ചവരും സിലബസ് ഫുള്ള് പഠിച്ചവരും സിലബസിന്റെ ഏറ്റവും മൂലയും പഠിച്ചുകൊണ്ട് പോയവരും എല്ലാവരും ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ കട്ട് ഓഫ് ഇങ്ങനെ കൂടിയത് കേട്ടോ. അതുകൊണ്ടാണ് ഈ കട്ട് ഓഫ് ഇത്രയും ഹയസ്റ്റ് ആയത്. അല്ലാത്ത പക്ഷം ഈ 225 എന്നൊരു ലെവലിലേക്കൊക്കെ JRFന്റെ കട്ട് ഓഫ്, ജനറൽ കാറ്റഗറിക്ക് JRFന്റെ കട്ട് ഓഫ് അങ്ങനെ കൊമേഴ്സിന് ചോദിക്കാറില്ല, വന്നിട്ടില്ല. ഓക്കെ, കട്ട് ഓഫ് കൊമേഴ്സിന് അങ്ങനെ ഇത്രയും വലിയൊരു കട്ട് ഓഫ് ഇതുവരെയും വന്നിട്ടില്ല. നിങ്ങൾ തുടർച്ചയായിട്ട് എക്സാം എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം, കഴിഞ്ഞ വർഷങ്ങളിലെ കട്ട് ഓഫ് ഒന്ന് എടുത്ത് നോക്കിക്കേ. കൊമേഴ്സിന്റെ കട്ട് ഓഫ് ഇത്രയും കൂടിയിട്ടേ ഇല്ല. ഈ പ്രാവശ്യമാണ് ഇങ്ങനെ കൂടിയത്. അപ്പൊ ഇങ്ങനെ കൂടിയത് എന്തുകൊണ്ടാ? കൊമേഴ്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആയിരുന്നു. കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിൾ ആയിരുന്നു. ഒരുപാട് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഒരുപാട് ജനറലായിട്ട് ചിന്തിച്ച നോക്കിയാൽ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പിന്നെ സിലബസ് കംപ്ലീറ്റ് പഠിച്ചവർക്ക് മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങളെ ആൻസർ ചെയ്യാൻ പറ്റിയവർക്കാണ് ഈ JRFലേക്കൊക്കെ എത്താൻ സാധിക്കുന്നത്. ഓക്കെ, JRFലേക്ക് പോകാൻ നമുക്കൊരു ടിപ്പ് ഞാൻ പറയാം. ഒരു ട്രിക്കാണ്. അതായത് ഈ എക്സാം എഴുതുന്ന കുട്ടികളുടെ എണ്ണത്തില് ഒരു മെജോറിറ്റി ആളുകളും സിലബസ് ഫുള്ള് പഠിച്ചിട്ട് വരുന്നവരാണോ? അല്ല, വെറുതെ എഴുതി നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നവരായിരിക്കും. പിന്നെ ഒരു 5-10% കാണും സിലബസ് പഠിച്ചിട്ട് വരുന്ന ആൾക്കാർ, അല്ലേ? അപ്പൊ ഈ സിലബസ് പഠിക്കുമ്പോൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാനോട് കൂടി കറക്റ്റ് നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളെ മാത്രമായിട്ട് കൃത്യമായിട്ട് പഠിച്ച്, അതേപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി കോർ ഏരിയാസ് മനസ്സിലാക്കി പഠിച്ചിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്തിട്ട് അത്രയ്ക്കും പ്രിപ്പറേഷനോട് കൂടി വരുന്ന എത്ര പേര് കാണും? അങ്ങനെയുള്ളവർക്കാണ് ഈ JRF കിട്ടുന്നത് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് JRF കിട്ടും, ഉറപ്പായിട്ടും കിട്ടും, കിട്ടാതിരിക്കത്തൊന്നുമില്ല. അത്ര വലിയ കടമ്പയൊന്നുമല്ല. സിലബസ് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റിയാൽ മതി. ഈ 10 യൂണിറ്റുകളും സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ കൃത്യമായിട്ട് പഠിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടെ വർക്കൗട്ട് ചെയ്ത് പോയാൽ ഷുവറായിട്ടും നമുക്ക് എന്ത് കിട്ടും? ഈ പ്രാവശ്യം എക്സാം അടുത്ത ഡിസംബറിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് എത്ര നാള് കൂടി ഉണ്ട് ഒന്ന് നോക്കിക്കേ. ഇനിയൊരു ഇതിപ്പോൾ നമുക്ക് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ഒരു 4 മാസം, ഹാർഡ്ലി 4 മന്ത് കൂടെ നമുക്ക് എക്സാമിനുള്ളൂ. അപ്പൊ ഇനിയുള്ള 4 മാസം നിങ്ങൾ ഇന്ന് തൊട്ട് പഠിച്ചാൽ മതി. ഇനി ഇതുവരെയും പഠിച്ചിട്ടില്ല, ഇതുവരെ നമുക്കൊരു ഓർഡർ ഇല്ല, എന്തോ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എവിടെ പഠിക്കണം, എവിടെ തുടങ്ങണം, എവിടെ നിർത്തണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ലെന്നിരിക്കട്ടെ. എന്നാൽ പോലും ഇനിയുള്ള 6 മാസം നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിച്ചേ. കൃത്യമായിട്ട് മീൻസ് ആ 10 യൂണിറ്റുകളെ പറ്റിയും കറക്റ്റായിട്ട് കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് പഠിച്ച് അതിനോടൊപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ വർക്കൗട്ട് ചെയ്ത് നിങ്ങളൊന്ന് പോയിട്ട് എക്സാം എഴുതി നോക്ക്. ആ ഒരു പ്രിപ്പറേഷന്റെ ക്വാളിറ്റി നമുക്ക് ആ എക്സാമിന് കാഴ്ചവെക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ എത്രത്തോളം ക്വാളിറ്റി ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തത് എന്നുള്ളത് നമുക്ക് ആ എക്സാമിന്റെ മാർക്കിൽ കാണാൻ പറ്റും. നമ്മുടെ ക്വാളിറ്റി, നമ്മൾ പ്രിപ്പയർ ചെയ്തതിൻ്റെ, നമ്മൾ പഠിച്ചതിൻ്റെ ഒക്കെ ക്വാളിറ്റിയാണ് നമ്മുടെ ആൻസർ ഷീറ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് മാർക്ക് കുറവാണെങ്കിൽ ദാറ്റ് ഈസ് അവർ ഫോൾട്ട്, അല്ലേ? മാർക്ക് കിട്ടിയില്ലെങ്കിൽ നമ്മളത് പഠിച്ചില്ല, അത് അല്ലെങ്കിൽ പഠിച്ചിട്ട് മാർക്ക് കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ പഠന രീതി അങ്ങനെയല്ല, അത് ശരിയല്ല. നമ്മുടെ പഠന രീതിയിൽ മാറ്റം വേണം. നമ്മളൊരു കൃത്യമായിട്ട് ഓരോ എക്സാമിനും ഓരോ രീതിയിലാണ് പഠിക്കേണ്ടത്. അതറിയത്തില്ലേ നിങ്ങൾക്ക്? നമ്മൾ എല്ലാ എക്സാമിനും ഒരേപോലെ ആണോ പഠിക്കുന്നത്? അല്ല. യൂണിവേഴ്സിറ്റി എക്സാമിന് പോകുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്? നമുക്ക് ഡിഗ്രി PGയിലൊക്കെ യൂണിവേഴ്സിറ്റി എക്സാംസ് നടക്കും. അതിന് നമ്മൾ ഓരോ സെമ്മിലും എങ്ങനെയാണ് പഠിക്കുന്നത്? ജസ്റ്റ് കോൺസെപ്റ്റ് മാത്രം നോക്കി പോകുവാണോ? അല്ല. അവിടെ നമ്മൾ ഇങ്ങനെ കുറേ വാരി വലിച്ച് പഠിച്ചിട്ട് ഇങ്ങനെ പോയി കുറേ എഴുതി വെക്കും. വെച്ചാൽ മതി, മാർക്ക് കിട്ടും. കോൺസെപ്റ്റ് ആണോ അവിടെ വേണ്ടത്? അവിടെ നമ്മളൊരു കോൺസെപ്റ്റുകളൊന്നും അല്ല, അല്ലേ? നമ്മൾ ചെയ്യുന്നത് അങ്ങനെ അല്ല. നമ്മൾ കുറേ പഠിക്കും, നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഇട്ട് കുറേ കാര്യങ്ങൾ എഴുതി ഒപ്പിക്കും. നമുക്ക് അറിയത്തില്ലേ പോലും എന്തെങ്കിലുമൊക്കെ എഴുതി ഒപ്പിച്ച് സെറ്റാക്കി വെക്കും. പക്ഷെ നമുക്ക് ഈ ഒരു നെറ്റ് എക്സാമിന് അങ്ങനെയല്ല, കുറച്ചുകൂടി ക്വാളിറ്റി ലെവലിൽ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പഠിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നോക്കണം. നെക്സ്റ്റ് ക്ലാസ്സിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക്